പവറും മണിയും ഉപയോഗിച്ച് ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് സിസ്റ്റത്തിൽ ലൂപ്പ് ഹോൾ ഉണ്ടാക്കി രക്ഷപ്പെടുന്നവർക്കെതിരെയുള്ള ഒരു സമരമാണ് ഇന്നലെ ഇവിടെ നടന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതാണ് നടന്നത്. അതേ ഒരു കൈൻഡ് ഓഫ് പവർ ഉപയോഗിച്ച് സാധാരണക്കാരെ ദ്രോഹിക്കുകയും പിന്നെ വലിച്ചഴിക്കുകയും ഇതിലോട്ട് വലിച്ചഴിക്കുകയും മാത്രമാണ് ഇന്നലെ ഇവിടെ നടന്നത്. ഒരു സ്റ്റുഡന്റ് ആത്മഹത്യ ചെയ്യുന്നു അല്ല, അയാളുടെ ടീച്ചേഴ്സ് എല്ലാം കൂടി ആ കുട്ടിയെ ആത്മഹത്യക്ക് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ സിസ്റ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തെറ്റാണ്. നമ്മളെല്ലാവരും, ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ. കേസിനെ വഴിതിരിച്ചു വിട്ട് അതൊരു ലോൺ ആപ്പിങ്ങിന്റെ തല്ലിലേക്ക് വെക്കാനായിട്ട് പോലീസ് സിസ്റ്റം ശ്രമിക്കുന്നു. പക്ഷെ ഒരു കൂട്ടം വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന് തന്നെ പറയാം, ഇതിനെതിരെ സമരം ഹർത്താലായിട്ട് രംഗത്തേക്ക് വരുന്നു. കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ ഒരു ന്യൂസ് കാണാനിടയായി. ഒരു ക്യാൻസർ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ വഴി മുട്ടി ഈ സമരക്കാർ അവരെ വഴി മുടക്കി, എന്താ പറയുക, വഴി മുടക്കി ഹോസ്പിറ്റലിലേക്ക് വിടുന്നില്ല. അവർ തിരിച്ച് പ്രതികരിച്ചപ്പോൾ ഇയാൾ പറയുന്നു, നീ മസിൽ പിടിച്ചതുകൊണ്ട്, നീ ഇത്രയും വാശി പിടിച്ചുകൊണ്ട് നിന്നെ ഞാൻ വിടത്തില്ലെന്ന്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഈ സമരം നടത്തുന്നവരെ ഈ പാർട്ടിക്കാരുടെയൊക്കെ തന്തയുടെ വകയാണ്. നമ്മൾ ഈ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഈ സിറ്റി, നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലം, ഇതെങ്ങനെയുള്ളവരൊക്കെ ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആണെന്നായിരിക്കും അവരുടെയൊക്കെ വിചാരം. വലിയൊരു ന്യൂസ് ആവണം, അതിനെതിരെ ഗവൺമെന്റ് ആക്ഷൻ എടുക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നതെന്നറിയാം. പക്ഷെ പൊതുജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് രോഗികളെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടും പാവപ്പെട്ടവരെല്ലാം അവരുടെ ജീവിത മാർഗത്തെ വഴിമുട്ടിച്ചുകൊണ്ടും സമരം നടത്തിയിട്ട് എന്ത് ഉപയോഗം? ആ കുട്ടി മരിച്ചു, അതിൽ നിന്ന് നമുക്ക് ചെയ്യാനൊന്നുമില്ലെന്നല്ല, പക്ഷെ അതിന് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിനെതിരെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. സമരം കൊണ്ടും ഹർത്താൽ കൊണ്ടൊന്നും ഇവിടെ നിന്നൊന്നും മാറാൻ പോകുന്നില്ലെങ്കിൽ കേരളമൊക്കെ പണ്ടേ നന്നായിരുന്നു. എത്ര ഹർത്താലുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. ഹർത്താൽ കാരണം ഒന്നും ചേഞ്ച് ആവാൻ പോകുന്നില്ല. ഒന്നില്ലെങ്കിൽ കേസ് എടുക്കാത്ത പോലീസുകാരുടെ വീടിന്റെ മുമ്പിൽ പ്രൊട്ടസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ ഈ കുട്ടി മരിക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടാക്കിയ ആൾക്കാരുടെ മുമ്പിൽ അവർക്കെതിരെ കേസ് എടുക്കണം, അല്ലെങ്കിൽ അവർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടും സമരം ചെയ്തിട്ടും ഹർത്താൽ നടത്തിയിട്ടൊക്കെ എന്താണ് ഉപയോഗം? ആരും മാറാൻ പോണില്ല, നമ്മളാരും മാറാൻ പോണില്ല. എന്തൊക്കെ ചെയ്താലും ശരി തന്നെ മാറാനേ പോണില്ല. എന്നാൽ ഈ മരണപ്പെട്ട കുട്ടിക്ക് ഈ ഹർത്താൽ കൊണ്ട് എന്തെങ്കിലും നീതി കിട്ടും? അതല്ല, ഈ ഹർത്താൽ കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. അവർ ജനങ്ങളെല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് ഹർത്താൽ നടത്തുന്നു. ഓക്കെ, ശരിയാണ്. ഇങ്ങനെയുള്ള സെൻസിറ്റീവ് കേസുകളെല്ലാം നമ്മളെല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കുകയും വേണം. അതിനെ വേണ്ട രീതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വേണം.